നമ്മൾ യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7-ാം ദിവസമാണ് യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം കേൾക്കുന്നത്. അപ്പോൾ യേശുനാഥൻ ഈ പരസ്യ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോയിക്കൊണ്ടിരുന്നത് നസറത്ത് കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെ 6-ാം ദിവസം ഇന്നലെ നമ്മൾ കണ്ടു ഇരിക്കുന്ന സമയത്ത് യേശുനാഥൻ്റെ ശിഷ്യനായി യോഹന്നാനെ പിടിച്ച് ബന്ധിക്കുന്നുണ്ട് രാജാവ്, ഹെറോദോസ് രാജാവ്. അങ്ങനെ യേശു പിന്നെ നസറത്തിൽ നിൽക്കാൻ പറ്റാണ്ട് യേശുനാഥൻ നേരെ കബർനാമിലേക്ക് വരികയാണ്. വീണ്ടും അവൻ കബർനാമിലേക്ക് വന്ന് സിനഗോഗിൽ പ്രാർത്ഥിക്കുകയും വചനം പ്രഘോഷിക്കുകയും അവിടെയുള്ള വീടുകളിലൊക്കെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ യേശുനാഥൻ വചനം പ്രഘോഷിക്കാൻ കയറിയിരിക്കുകയാണ്. ജനം അങ്ങോട്ട് തിങ്ങിക്കൂടി, വളരെയധികം ജനം. യേശു എവിടെയുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ കേട്ടറിഞ്ഞ് ഓടിക്കൂടി. അപ്പോൾ യേശു ഈ വീട്ടിലിരുന്ന് കേട്ട് ഒരു തളർവാദ രോഗിയെ കട്ടിലേപ്പടി എടുത്തുകൊണ്ട് വരികയാണ് 4-5 പേര്. ജനക്കൂട്ടം കാരണം ഈ വീട്ടിലേക്ക് കയറാനോ അടുത്ത് ചെല്ലാനോ പറ്റുന്നില്ല, അത്രയേറെ ജനം. യേശു വചനം പങ്കുവയ്ക്കുക. ഉടനെ അവർ എന്ത് ചെയ്ത് നേരെ ആ യേശു ഇരുന്ന് വചനം പ്രഘോഷിക്കുന്ന വീടിന് മുകളിലേക്ക് കയറി. എന്നിട്ട് മേൽക്കുര അങ്ങോട്ട് പൊളിച്ചവർ. ഓക്കെ. എന്നിട്ട് ഈ തളർവാദ രോഗിയെ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. യേശു ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് നേരെ താഴോട്ട് ഇറക്കുകയാണ്. യേശു ചിലപ്പോൾ അന്തം വിട്ട് കാണുമല്ലോ, ഇതെന്താണ് ഇതൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇറക്കാന്നൊക്കെ പറയുമ്പോൾ അവരുടെ വിശ്വാസമാണ്. ആ തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, ആ ചുമന്ന് കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസമാണ്. ഒരു വീട്ടിലിരുന്നുകൊണ്ട് യേശു വചനം പറയിക്കുമ്പോൾ അവൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറി മേൽക്കുര പൊളിച്ച് ഈ തളർവാദ രോഗിയെ ഇറക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കഴിവ് തന്നെയാണ്. എന്ത് വന്നാലും അവരതിന് നേരിടാൻ തയ്യാറാണ്. ചിലപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് പണിയൊക്കെ പിന്നീട് ചെയ്യേണ്ടി വരും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവൻ രക്ഷപ്പെടണം. അങ്ങനെ അവന് താഴേക്ക് ഇറക്കുകയാണ്. ഉടനെ യേശു അവരുടെ വിശ്വാസം കണ്ട്, ആരുടെ വിശ്വാസം? ഈ ചുമന്നുകൊണ്ട് മേൽക്കുര പൊളിച്ച് യേശു ഇരിക്കുന്നിടത്തിട്ട് ഈ തളർവാദിയെ രോഗിയെ ഇറങ്ങിയപ്പോൾ അവരുടെ 4 പേരുടെ വിശ്വാസം കണ്ട് യേശു ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം? ഇവൻ്റെ നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, കട്ടിലും എടുത്ത് നടക്കുക, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? ഏതാണ് എളുപ്പം? യേശു തിളങ്ങി നിൽക്കുക, 100 എന്ന് പറഞ്ഞു. ഉടനെ അവിടെ കുറച്ച് പെരിസരി നിൽപ്പുണ്ട്. അവരെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവനെന്താണ് ദൈവദൂഷണം പറയുന്നത്? ദൈവത്തിനല്ലേ പാവം മോചിപ്പിക്കാനുള്ള അധികാരമുള്ളത്? യേശു ആരാണെന്ന് അവർക്കറിയില്ല. അപ്പം യേശു പറയുന്നു, അവരുടെ പിറുപിറുപ്പ് കണ്ടിട്ട്, നിങ്ങൾ എന്തിനേ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു? ഏതാണ് എളുപ്പം? ഇവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? യേശു എന്നിട്ട് പറയും, നീ നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. പാപം. അപ്പോൾ ഇവൻ തളർവാദ രോഗമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ഇവൻ്റെ പാപമാണ്. അതാണ് യേശു അവിടെ പറയണത്. ഇവൻ്റെ നിരവധിയായ പാപത്താൽ ഇവൻ തളർവാദ രോഗിയായിപ്പോയി. ചില വ്യക്തികൾ മാരക പാപം, സഹോദരനോടുള്ള വെറുപ്പ് കൊലപാതകയാണ്. അവൾ കൊല ചെയ്തേക്കാണ്, അവൻ കൊല ചെയ്തേക്കാണ് അവനെ. പിന്നെ അവനങ്ങനെ ജീവിച്ച് പോടുന്നേ ഉള്ളൂ പിശാചിനോട് കൂടി. കാരണം കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് കുമ്പസാരത്തിൽ പറഞ്ഞ് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കണം. നമുക്ക് തെറ്റുപറ്റാണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ആ തെറ്റ് തിരുത്താൻ ദൈവമായ കർത്താവ് നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട്.
അവിടേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. കുറ്റം പറയും തോറും അവളുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ അതൊരു വെറുപ്പ്, ദേഷ്യം കൂടി വരും. അതോടെ അവൾ രോഗിയായി കൂട്ടുന്നു. വേര് പിടിക്കും. ആ വേര് മുളച്ച് പ്രസവിക്കും. അപ്പോഴാണ് കയറി അടിക്കുന്നത്. യേശുവോടെ പറയണുണ്ട് ആ തളർവാദ രോഗിയോട്, ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതോ നീ ചുമന്നുകൊണ്ട് എടുത്തുകൊണ്ടത് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക? ഏതാണ് പറയേണ്ടത്? ആ പിറുപിറുക്കുന്നവരുടെ സ്വരം കേട്ടാണ് യേശു അങ്ങനെ പറയണത്. 1. 2, ചുമന്നുകൊണ്ട് വന്ന അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണതല്ല, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ അവൻ്റെ കിടക്കയും എടുത്ത് നടന്നു. ആ വചനം നമുക്ക് ശ്രമിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കബർനാമിൽ എത്തിയപ്പോൾ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ ബന്ധസ്സനായെന്ന് കേട്ടപ്പോൾ യേശു അവിടെ വിട്ടു പോരെ, കബർനാമിലേക്ക് വരികയാണ്. കബർനാമിലെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന് വാർത്ത പ്രചരിച്ചു. അവൻ വീട്ടിലുണ്ടെന്ന് ആ നാട് മുഴുവൻ അറിയാൻ തുടങ്ങി. യേശുനാഥൻ വന്നിട്ടുണ്ട്. അപ്പോൾ യേശു കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പല സ്ഥലങ്ങളിലും, ഈ ഇസ്രായേൽ ദേശം എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ ഗ്രാമം പോലെ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ പാട്ടായി ഭയങ്കരമായിട്ട്. അപ്പോൾ യേശു അവിടെ ഉണ്ടെന്ന് കേട്ടാൽ അപ്പോൾ അവിടെ ജനം ഓടിക്കൂടെയാണ്. ഹല്ലേലൂയ. വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ തടിച്ചുകൂടി. നിരവധി ആളുകൾ ആ വീടിൽ മുറ്റത്തും പിറകാതും ജനലിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് ജനം തടിച്ചു കൂടിയൊക്കെയാണ്. ഒരു കാരണവശാലും അകത്തോട്ട് കയറാനോ ഒന്നും പറ്റില്ല. അതുപോലെ ജനം. യേശു അകത്തിരിക്കുകയാണ്. അകത്തിരുന്നുകൊണ്ട് യേശുനാഥൻ വചനം പ്രഘോഷിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ദൈവവചനം പ്രസംഗിക്കുകയാണ്. യേശുനാഥൻ 12-ാം വയസ്സിലും ദേവാലയത്തിൽ കാണാതെ മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുമ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ 12-ാം വയസ്സിലാണ് യേശു വചനം പ്രഘോഷിക്കുന്നത് ദേവാലയത്തിൽ. ഇപ്പോൾ ഇവിടെയും ഒരു വീട്ടിലിരുന്നുകൊണ്ട് യേശുനാഥൻ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ വചനം പങ്കുവയ്ക്കുകയാണ്. പുതിയ നിയമങ്ങൾ പഠിപ്പിക്കണവരെ. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ഒരു തളർവാദ രോഗിയെ 4 പേര് ഒരു കട്ടിലേൽ, ചെറിയൊരു കട്ടിലായിരിക്കുള്ളൂ, ചുമന്നുകൊണ്ട് വരെയും. ജനക്കൂട്ട നിമിത്തം അവൻ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ജനക്കൂട്ട നിമിത്തം ഒരിക്കലും ആ യേശുവിൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റില്ല. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാലാണ് ഇവൻ എഴുന്നേറ്റ് നടക്കുള്ളൂ. അപ്പോൾ ഒരു നിവൃത്തിയില്ല. ജനം തടിച്ചു കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ എടുത്തുകൊണ്ട് വന്നു. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്ത് തൻ്റെ മേൽക്കുര പൊളിച്ചു. യേശുനാഥൻ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അവർ നോക്കി. ഒരു മുറിയുടെ നേരെ മുകളിൽ നോക്കിയപ്പോൾ ഇതവിടെ ആയിരിക്കും. അതായത് കയറിയിട്ട് അത് പൊളിച്ചവർ. എന്ത് ധൈര്യമാണെന്ന് നോക്കിയോ. അല്ല വേറെ ഒരുത്തൻ്റെ വീടാ, അവൻ്റെ വീടിനെ മേൽക്കുര കൊണ്ട് പൊളിക്കണവർ. തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. കട്ടിലല്ല, കിടക്കയിൽ ചുരുട്ടിയിട്ടുണ്ടാവും. അത് തെളിവുണ്ടാവില്ല. അതിൽ കൂടെ കയറി കെട്ടിയവർ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ എന്നാണ് വിളിക്കുന്നത്. സ്നേഹമാണ് യേശുവിനെ. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവരോട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചില നിയമജ്ഞന്മാർ. ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാപം ക്ഷമിക്കാൻ ദൈവത്തിനല്ലാണ്ട് മറ്റാർക്കാണ് സാധിക്കുക? ഇവനാര്? ഹല്ലേലൂയ. ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? ദൈവദൂഷണം പറയണം. കുറ്റപ്പെടുത്തുന്ന നോക്കി യേശുവിനെ. ആ തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്തുവിടുന്ന ആ വിശ്വാസം പോലെ ആ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കില്ല. അവർ പിറുപിറുത്തുകൊണ്ടിരിക്കണം. ഇവൻ്റെ ഓരോ വാക്കുകൾ വചനം കേൾക്കുമ്പോൾ പരിസരം അവിടെ ഇരുന്നിട്ട് പിറുപിറുക്കണം.
അവർ ഇപ്രകാരം വിചാരിക്കുന്നു, മനസ്സിലാക്കി, ഇപ്രകാരം ചിന്തിച്ച് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? യേശുനാഥൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. അപ്പോൾ അവർ ഹൃദയത്തിൽ ഇത് ചിന്തിക്കുകയാണ്, അങ്ങനെ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പിറുപിറുക്കുന്നുണ്ടാകും, അടുത്ത ആൾ കേൾക്കാത്ത വരെയൊക്കെ അവർ കുറേ പേര് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? യേശുനാഥൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. അവന് എല്ലാം അറിയാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണ് സംസാരിക്കണം, എന്താ പറയണമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, യേശു ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ? യേശു എന്നിട്ട് ഇവിടെ ഈ ചിന്തകളും ഈ പിറുപിറുപ്പം കണ്ടപ്പോൾ യേശു പറയുന്നത്, ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ. അപ്പോൾ ഇവന് പാപം ചെയ്തിട്ടാണ് ഇവൻ തളർവാദ രോഗിയായി പോയത്. പാപത്താലാണ് ഇവൻ കിടപ്പിലായി പോയത്. പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുന്നതോ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? യേശു പറയും ഇവർ അത് പറയണത് ഈ വിജാതികൾ വരുന്നുണ്ട് പിറുപിറുക്കണാരാണ് യേശു അങ്ങനെ പറയണത്. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഈ പാപം ചെയ്യുന്നത് നമ്മൾ ദൈവമായ കർത്താവായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാം, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അത് കേൾക്കുകയും ചെയ്യും ദൈവമായ കർത്താവ്. മനുഷ്യനാണ് ദൈവമായ കർത്താവ്. ഇപ്പോൾ ആ മനുഷ്യന് അധികാരം വേണമെന്ന് അറിയുന്നതിന് വേണ്ടി യേശു എന്താ പറഞ്ഞതെന്ന് നോക്കി. അവൻ പറഞ്ഞു, തളർവാദയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഞാൻ നിന്നോട് പറയുന്നു, കിടക്കയെടുത്തിട്ട് നീ നേരെ നിന്റെ വീട്ടിലേക്ക് പോവുക. ശാസിക്കുകയാണ് യേശുനാഥൻ. കാരണം ഇവിടെ ഈ വർത്താനം പിറുപിറുപ്പ് കണ്ടപ്പോൾ യേശുവിന് സഹിക്കാൻ വയ്യ. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും കാണുക അന്തം വിട്ടു പോയി. എല്ലാവരും തളർവാദ രോഗിയാണ്. കുതിച്ച് ചാടി അവനെ ചുമന്ന് കൊണ്ടുവന്ന് ആ കിടക്കയെടുത്തിട്ട് അവൻ നേരെ പുറത്തോട്ട് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലെ ഒന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ നിന്നവരെ കുറിച്ച് ഇതുപോലെ ഒന്നും ഒരിക്കലും കണ്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി, കർത്താവിലേക്ക് വരാൻ തുടങ്ങി. ജനം കൂടിക്കൂടി വരെയാണ് എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമായ കർത്താവിന് കൂടാനുകൂടി നന്ദി പറയാം. നമ്മുടെ ദൈവമായ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് 7-ാം ദിവസമാണ് ദൈവമായ കർത്താവിൻ്റെ പരസ്യ ജീവിതം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആവേ മരിയ.